നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു വിഷയം വളരെ സാധാരണ അല്ലെങ്കിൽ നിസ്സാരമായി കാണരുതെന്ന് പറയാൻ വേണ്ടിയാണ്. മൂത്രത്തിൽ കൂടെ രക്തം പോവുക. മൂത്രത്തിൽ കൂടെ രക്തം പോവുകയാണെങ്കിൽ നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കണം. അതിൻ്റെ കാരണം ഇത് പല വലിയ അസുഖത്തിൻ്റെ ഒരു രോഗലക്ഷണമായി കാണാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം നമ്മളൊരു ജാഗ്രത വേണമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, എന്താണെന്നുള്ളതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. സാധാരണയായി ഇപ്പം എന്തെങ്കിലും നേരത്തെ ഒരു അസുഖമുള്ള ഒരാളിന്, ഉദാഹരണമായിട്ട് ഒരു സ്റ്റോണുണ്ട്, ആ സ്റ്റോണുള്ള ആൾ ചിലപ്പോൾ ശരീരം ഇളകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കളികൾക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ രക്തം പോയെന്നിരിക്കാം. പക്ഷേ അത് നമ്മളത്ര ഈ കല്ലുകൊണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു രോഗമില്ല, നമ്മുടെ ശരീരത്തിൽ രോഗമില്ല, വേറെ രോഗലക്ഷണങ്ങളൊന്നുമില്ല. പെയിൻലെസ് ഹെമച്യൂറിയ, അതായത് ഒരു വേദനയുമില്ലാതെ മൂത്രം ഒഴിച്ചപ്പം എപ്പോഴെങ്കിലും ഒരു സമയത്ത് രാവിലെ മൂത്രം ഒഴിച്ചപ്പോൾ അതിൽ കൂടി രക്തം കണ്ടു. ആ രക്തം കണ്ടതിനകത്ത് ചിലപ്പം വെറും ഈ ഇറച്ചി കഴുകിയ പോലുള്ള വെള്ളമായിരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ചെറിയ ക്ലോട്ടുകൾ ഉണ്ടാകാം, രക്തത്തിൻ്റെ കട്ട പോലെ വരാം, മാംസ കഷ്ണം പോലെ നമുക്കത് വെളിയിൽ നോക്കുമ്പോൾ കാണാം. പക്ഷേ ഇങ്ങനെ ഒരു അസുഖം എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് നമ്മൾ നിസ്സാരമായിട്ട് കണക്കെടുക്കരുത്. ഇത് വലിയൊരു അസുഖത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള ഒരു രോഗലക്ഷണമാകാം. പറയാനുള്ള കാരണം എൻ്റെ ഈ 10-40 വർഷത്തെ എൻ്റെ പരിചയം കൊണ്ട് ഞാൻ പറയുകയാണ്. പ്രായം ഒരു 50 വയസ്സോ 40 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ ചിലപ്പോൾ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ മൂത്രത്തിൽ കൂടെ രക്തം പോകുന്നുണ്ട്, പക്ഷേ എനിക്കതിനകത്ത് വേദനയൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, മൂത്ര തടസ്സവുമില്ല, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല, എങ്കിലും ഞാൻ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വന്നതാണ്. ഇങ്ങനെ പല ആൾക്കാർ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ പറയും കഴിഞ്ഞ ഒരു വർഷം ഇതുപോലെ ഒരു ചോരമായി ഞാൻ കണ്ടു, ഒന്നിൽ അടുത്തുള്ള ഒരു ആശുപത്രി കാണിച്ച് ഇച്ചിരി മരുന്ന് കഴിച്ചപ്പോൾ ചോര അങ്ങ് മാറി, പിന്നെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ചിലപ്പോൾ ഒന്നുകൂടെ ഒരു 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കണ്ടെന്നിരിക്കും, ഞാൻ ആ സെയിം മരുന്ന് തന്നെ വീണ്ടും കഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസുഖം നമ്മൾ അത് നിസ്സാരമായി കണക്കാക്കും. എൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ രോഗി വരുമ്പോൾ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കും, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കും. പക്ഷേ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മൂത്രസഞ്ചിക്കകത്ത് നിറച്ചും ഈ ട്യൂമർ ഉള്ളത് കൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ ബ്ലഡ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ തുടക്കം ഈ 1 വർഷം മുമ്പ് അതുണ്ടായപ്പോഴേ അത് കണ്ടുപിടിച്ച് അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചെങ്കിൽ വളരെ നിസ്സാരമായ ഒരു ഓപ്പറേഷൻ കൊണ്ടത് മാറ്റാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റേജ് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു സ്റ്റേജിലോട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും മൂത്രത്തിൽ രക്തം കണ്ടാൽ, നേരത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും മൂത്രത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ അത് നിശ്ചയമായും ഏതൊരു നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു ഡോക്ടറെ, ഒരു ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണിക്കണം. കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. പക്ഷേ രക്തം പോയതുകൊണ്ടോ അത് തുടക്കം പോലെയാണെങ്കിൽ നമ്മളതിനെക്കുറിച്ചൊട്ടും പേടിക്കാനില്ല. ഇനിയും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.